കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ഹിന്ദുസ്ഥാനി അവാമോർച്ച സെക്യുലറും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയും സംയുക്തമായി മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. 31-ന് നടക്കുന്ന പ്രതിഷേധ മാർച്ചോടുകൂടി 2 മാസം നീണ്ടു നിൽക്കുന്ന സമരപ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. മുല്ലപ്പെരിയാർ വിഷയം അടിയന്തരമായി പരിഹരിക്കുക, മലങ്കര ഡാമിലേക്ക് വിഷമാലിന്യം ഒഴുക്കിവിട്ട കമ്പനി ഉടമകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദുസ്ഥാനി ആവമോർച്ച സെക്യുലറിന്റെയും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെയും സംയുക്ത പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ. സമരപ്രചരണ ക്യാമ്പയിന് തുടക്കം കുറിച്ച് 31-ന് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ 31-ന് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചോടുകൂടി 2 മാസം നീണ്ടു നിൽക്കുന്ന സമരപ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്നും ഭാരവാഹികളായ മുൻ MLA മാത്യു സ്റ്റീഫൻ, KM സുബേർ, വിനയൻ ക്രാരിയേലി, VA ഷിബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കരിങ്കുന്നം, തുഴ മുനിസിപ്പാലിറ്റി, വെള്ളിയാമറ്റം, ആലക്കോട്, കരിമണ്ണൂർ ഇങ്ങനെ 7 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ആ ഫാക്ടറി അവിടെ പ്രവർത്തിച്ചാൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ രോഗബാധിതരായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. ഇത് ആളുകളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും തകർക്കുന്നതാണ്. അതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഫാക്ടറി അടച്ചു പൂട്ടി ആൾത്താമസമില്ലാത്ത മേഖലയിൽ ഞങ്ങളാരും ഫാക്ടറിക്കെതിരല്ല, വികസനത്തിനെതിരല്ല. പക്ഷേ ഇത് ആൾത്താമസമില്ലാത്ത മേഖലയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത മേഖലയിലേക്ക് ഈ ഫാക്ടറി മാറ്റണം. വീണ്ടും പുതിയൊരു മന്ത്രിസഭ കേരളത്തിൽ വന്നു. തമിഴ്നാട് ഇപ്പോൾ ഈ വെള്ളം 152 അടിയിലേക്ക് ഉയർത്തണമെന്ന് അവരുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളും തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും 142 നിന്നും 978 സെൻട്രൽ വാട്ടർ കമ്മീഷൻ 136 താഴ്ത്തി ഈ ഡാമിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. നമ്മളത് 152 ഉയർത്താൻ അനുവദിക്കില്ല. അതുപോലെ ടണൽ നിർമ്മിക്കുക. അതുകൊണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങളത് സെക്രട്ടേറിയറ്റ് മാർച്ച് വെച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജില്ലാ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളെയും സ്വാധീനിച്ചുകൊണ്ട് പ്ലൈവുഡ് കമ്പനികളും ആ പ്ലൈവുഡ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ ഉണ്ടാക്കുന്ന കെമിക്കൽ കമ്പനികളും വന്നിട്ടുണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴ തന്നെയാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. പോത്താനിക്കാട് പഞ്ചായത്തിൽ തന്നെ കൂണ് മുളയ്ക്കും പോലെ പ്ലൈവുഡ് കമ്പനി വന്നിരിക്കുന്നത്. ഇപ്പോൾ 5-8 പണി നടക്കുക. ഇങ്ങോട്ട് മാർക്കഞ്ഞ് എലഞ്ഞി പഞ്ചായത്തിലും ഇതേ സ്ഥിതിയാണ് നടക്കുന്നത്. എറണാകുളം ജില്ല പല മേഖലയിൽ നടക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലാണേലും വെള്ളിയാമറ്റം പഞ്ചായത്ത് ഇതിൻ്റെ ഒരു സ്രോതസ്സാണ്. അവിടുന്ന് നമ്മുടെ ഈ 31-ാം തീയതി ആ മഴയത്ത് ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് ഇവർ ഈ രാസമാലിന്യങ്ങളെല്ലാം കൂടെ ഒഴുക്കിവിട്ട് മലങ്കര ഡാമിൽ വന്ന് അവിടെ ഉള്ള മത്സ്യങ്ങൾ ചാകുകയും ജനങ്ങൾക്കെല്ലാം ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ വെള്ളം തൊടുപുഴയിലൂടെ വന്ന് മൂവാറ്റുപുഴ വന്ന് തൊടുപുഴ തന്നെ മുനിസിപ്പാലിറ്റി നിവാസികൾ 10,000-60,000 ജനങ്ങൾ തിങ്ങി പാർക്കുന്നുണ്ട്. മൂവാറ്റുപുഴയും അത്രയും തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം പിറവം കൂടി തലയോലപ്പുറം വലിയൊരു വാട്ടർ ടാങ്കർ, അതാണ് എറണാകുളം ടൗണിലേക്ക് അടിക്കുന്നത്, പമ്പ് ചെയ്യുന്നത്. അവിടുന്ന് വായിക്കാൻ കൂടി വെമ്പനാട് കായലിലേക്കാണ് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ജനങ്ങളുടെ മത്സ്യസമ്പത്ത് ഉൾപ്പെടെ ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾ, കുടിവെള്ള പദ്ധതികൾ എല്ലാം മുടക്കിക്കൊണ്ടാണ് ഈ കമ്പനികൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ ലൈസൻസ് കൊടുക്കുന്നത്, പെർമിഷൻ കൊടുക്കുന്നത്. കേരളത്തിലെ ജില്ലയിലെ 50 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും കേന്ദ്ര, കേരള, തമിഴ്നാട് ഗവൺമെന്റുകൾ അടിയന്തര സുരക്ഷ ഉറപ്പുവരുത്തുക, മെട്രോമാൻ E. ശ്രീധരന്റെ ആശയങ്ങൾ ഗവൺമെന്റുകൾ പഠിച്ച് സുപ്രീം കോടതിയുടെ ടണൽ നിർദ്ദേശം നടപ്പാക്കി മുല്ലപ്പെരിയാർ വിഷയത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. A1 ടെക്സ്റ്റൈൽ മൂവാറ്റുപുഴ. നിങ്ങൾക്ക് ആവശ്യമായ ഗുണമേന്മയേറിയ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ. ട്രെൻഡി സാരികൾ, ചുരിദാർ മെറ്റീരിയൽസ്, റണ്ണിംഗ് മെറ്റീരിയൽസ്, ബ്രാൻഡഡ് ഷർട്ടുകൾ, ലെഗിൻസ്, ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ. ടോപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, കിഡ്സ് വെയർ തുടങ്ങി ഹജ്ജ്, ഹിജാബ്, പർദ, ധോത്തീസ്, ഇന്നർ വെയർ, ഷർട്ട്, ധോത്തി, ജീൻസ്,
ജീൻസ്, കുർത്തീസ്, സ്കൂൾ യൂണിഫോംസ്, സാരി, ടോപ്സ്, നൈറ്റി ക്ലോത്ത്, സ്പോർട്സ് പാൻസ്, ഷോർട്സ്, ടീ-ഷർട്ട്സ് എന്നിവയുടെ അതിവിപുലമായ ശേഖരം. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകി ജനവിശ്വാസം നേടിയ A1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. A1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 9198 46146786.